മോദി ഗ്യാരണ്ടിയും മതവിശ്വാസവും കൊണ്ട് മുന്നോട്ടെന്ന് പറയുന്ന ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒപ്പത്തിനൊപ്പം തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വഴിക്ക് താമര വിരിയിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വഴിക്ക് താമര വാടിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിനു പിന്നാലെ പശ്ചിമ ബംഗാളിലും ലൈംഗിക പീഡന പരാതി ഉയർന്നതോടെ ബി.ജെ.പിയുടെ പോക്ക് കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ ഗവർണറും മലയാളിയുമായ സി.വി. ആനന്ദ ബോസിനെതിരെയാണ് ലൈംഗിക പീഡന പരാതി ഉയർന്നിരിക്കുന്നത്. മമതാ ബാനർജി സർക്കാരുമായി നിരന്തരമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ഗവർണറെ പൂട്ടാനുള്ള വഴിയാണോ ഈ ലൈംഗികാരോപണം എന്നുള്ള സംശയം ഉയരുന്നുണ്ടെങ്കിലും ബി.ജെ.പിയുടെ മൗനം വിഷയം ആളിക്കത്തിക്കുകയാണ്. രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് സി.വി. ആനന്ദബോസിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. കർണാടകയിൽ ഘടകകക്ഷിയായ ജെ.ഡി.എസിന്റെ യുവനേതാവും എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗിക പീഡന പരമ്പരയിൽ തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ബി.ജെ.പി നേതൃത്വമുള്ളത്. കർണാടകയിൽ ജെ.ഡി.എസിന്റെ പിന്തുണയോടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം ലക്ഷ്യമിട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചായിരുന്നു ബി.ജെ.പിയുടെ നീക്കം. അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ടായ പാളിച്ചകളെല്ലാം പരിഹരിച്ചതും ജെ.ഡി.എസ് കൂടെ നിൽക്കുന്നതും എൻ.ഡി.എ സഖ്യത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകിയിരുന്നു. ഗവർണർക്കെതിരെ യുവതിയുടെ പരാതി ലഭിച്ച അതേ ദിവസം പ്രധാനമന്ത്രി രാജ്ഭവൻ സന്ദർശിച്ചിരുന്നു. ഇതേ കാലഘട്ടത്തിൽ തന്നെ സന്ദേശ് ഖാലി വിഷയത്തിൽ ബി.ജെ.പി അതിശക്തമായ പ്രക്ഷോഭവും അഴിച്ചുവിട്ടിരുന്നു. ഇതിനിടയിലാണ് ബി.ജെ.പി ദേശീയ നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കിക്കൊണ്ടുള്ള പീഡന പരാതി ഉയരുന്നത്. ആനന്ദ് ബോസ് പശ്ചിമ ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് പോകുന്നതും സംശയങ്ങൾക്ക് വഴിവെക്കുകയാണ്. അഴിമതി, സ്വജനപക്ഷപാതം എന്നിവ തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഗവർണർ ആനന്ദ് ബോസ് പറയുന്നത്. എന്നാലോ ബി.ജെ.പി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ആനന്ദ് ബോസിനെതിരെ വന്നിരിക്കുന്ന ലൈംഗിക ആരോപണം വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. എന്നാൽ ഗവർണറെ രക്ഷിക്കാനുള്ള നീക്കം വിലപ്പോവില്ലെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ദിരാ മുഖർജിയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മെയ് 2-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നതെന്ന് പറയുന്നത്. കേസിൽ ആനന്ദ് ബോസിനെതിരെയാണ് തെളിവുകളെങ്കിൽ രാജ്യത്താകെയുള്ള ബി.ജെ.പി വെട്ടിലാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതോടെ വരാനിരിക്കുന്ന 5 ഘട്ട തെരഞ്ഞെടുപ്പുകളിലും ലൈംഗിക പീഡന കേസുകൾ ഉയർത്താൻ പ്രതിപക്ഷ കക്ഷികളും നീക്കം തുടങ്ങിയിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡയുടെ ചെറുമകൻ രേവണ്ണയാണ് എഫ്ഐആറിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഏപ്രിൽ 27-ന് ശേഷം ഹസൻ എം.പിക്കെതിരെ ഫയൽ ചെയ്യുന്ന 2ാമത്തെ കേസാണിത്. അദ്ദേഹം ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന നിരവധി വീഡിയോ ക്ലിപ്പുകൾ അടുത്തിടെ വിവാദത്തിലേക്ക് എത്തിയിരുന്നു. ലൈംഗികാതിക്രമ കേസിൽ ലുക്കൌട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രജ്വൽ രേവണ്ണ ഹാസനിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയും ജെ.ഡി.എസ് സിറ്റിംഗ് എം.പിയുമാണ്. രാജ്യത്തെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ഇമിഗ്രേഷൻ പോയിന്റുകൾ എന്നിവിടങ്ങളിലെല്ലാം ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിക്കഴിഞ്ഞു. വിദേശത്തേക്ക് പോയിരിക്കുന്ന പ്രജ്വൽ ഈ സ്ഥലങ്ങളിൽ ഇറങ്ങിയാൽ കസ്റ്റഡിയിൽ എടുക്കാനാണ് ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വീട്ടിലും ഓഫീസിലും വെച്ച് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പ്രജ്വൽ രേവണ്ണയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ രാഹുൽ ഗാന്ധി ശക്തമായ രീതിയിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്ത ആൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ചോദിക്കുന്നത്. പ്രജ്വൽ രേവണ്ണ 400ഓളം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അശ്ലീല ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നത് മോദി തടഞ്ഞില്ല. മോദിയുടെ പക്കൽ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. എന്നിട്ടും അയാളെ ജർമ്മനിയിലേക്ക് പോകാൻ അനുവദിച്ചു. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. ബലാത്സംഗം ചെയ്യപ്പെട്ടയാളാവട്ടെ, അഴിമതിക്കാരനാവട്ടെ, അവരെ ബി.ജെ.പി സംരക്ഷിക്കും. ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളെയും പ്രധാനമന്ത്രി അപമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റു ബി.ജെ.പി നേതാക്കളും രാജ്യത്തെ എല്ലാ സ്ത്രീകളോടും മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നു. അധികാരങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ സ്വന്തം പാർട്ടിക്ക് കുഴി തോണ്ടുകയാണ് ബി.ജെ.പിക്കാർ. അടുപ്പിച്ചെത്തിയ 2 പ്രശ്നങ്ങളും ബി.ജെ.പിയെ നല്ല രീതിയിൽ തളർച്ചയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്.